അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബായ്സ് റിവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ജീവിതം ഒരു മൊണാലിസ ചിരിയാണെന്ന പുസ്തകമാണ്. തൃശ്ശൂർ ജില്ലയിലെ പേരമംഗലത്ത് ടി.സി. ശങ്കരനാരായണന്റെയും കെ.എസ്. ലീലയുടെയും മകളായി ജനിച്ചു. പേരമംഗലം ശ്രീ ദുർഗ വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ, തൃശ്ശൂർ കേരളവർമ്മ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ മലയാള സാഹിത്യത്തിനും ധാരാളം സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ജീവിതം ഒരു മൊണാലിസ ചിരിയാണ് എന്ന ഈ പുസ്തകവും മലയാളത്തിൽ മികച്ചൊരു പുസ്തകം കൂടിയാണ്. അവരുടെ ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു ഓർമ്മക്കുറിപ്പും കൂടിയാണ്. അവരുടെ ജീവിതത്തിൽ നടന്നുപോയ അനുഭവങ്ങളും അവർ അനുഭവിക്കാനിടയായ പരിഹാസങ്ങൾ, അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തുള്ള ഒരു മനോഹരമായ പുസ്തകം കൂടിയാണ് ജീവിതം ഒരു മൊണാലിസ ചിരിയാണ് എന്നുള്ള ഈ പുസ്തകം. ജീവിതം ഒരു മൊണാലിസ ചിരിയാണ്. വീടാകമേ മമ ജന്മം, കുഞ്ചാക്കോ ബോബനും കെമിസ്ട്രി ബുക്കും, മമ്മൂട്ടി സുബ്രു, ചുളിവ് വീണ കുറെ ജീവിതങ്ങൾ, ഷിഹാബ്, ആണ് പെണ്ണിന് നരകമാവാത്തൊരു ഭൂമി, കടുത്ത വിശ്വാസികൾ, റംഹയിലെ അമ്മ, ജാതി ഒരു മരമല്ലേ, നിസ്സഹായതയുടെ പെരും ചുഴികൾ, സ്വപ്ന തകർച്ചയിൽ ഒരു പാവം രാധ, അറ്റം കാണാത്ത ചില ഗുഹകൾ, വീട്ടകങ്ങളിലെ നിലവിളികൾ, ഓർമ്മയിൽ പെറ്റുപെരുക്കുന്ന ഒരാൾ. അങ്ങനെ 15 അധ്യായങ്ങളിലാണ് ഈ കഥ നീങ്ങുന്നത്. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ അവരുടെ കല്യാണക്കാരൻ പറഞ്ഞുകൊണ്ടാണ്. ഒരു അന്യജാതിക്കാരനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് അവരോടൊപ്പം ജീവിക്കാൻ അവരുടെ കുടുംബക്കാർക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും അവരുടെ പ്രണയം സത്യമാവുകയും അവരുടെ കല്യാണം നടക്കുകയും ചെയ്തു. അവരുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നിട്ടും ആരൊക്കെയോ ചേർന്ന് അവരുടെ കല്യാണം നടത്തി. ഇതിൽ പറയുന്ന ഓരോ കഥകളും നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാൻ വളരെയധികം സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മോടൊപ്പം നടക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പുസ്തകം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായം മമ്മൂട്ടി സുബ്രു എന്ന അധ്യായമാണ്. മമ്മൂട്ടി എന്ന നടനെ ഒരു ദൈവത്തെ പോലെ കണ്ട് ആരാധിച്ചിരുന്ന ഒരാൾ. അവർ താമസിച്ചിരുന്നത് ഒരു ആൽമരച്ചോട്ടിലാണ്. ആ ആൽമരത്തിൽ മുഴുവൻ മമ്മൂട്ടിയുടെ ഇതുവരെ ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളുടെയും തൂക്കിയിട്ടിരുന്നു. തൻ്റെ ജീവിതം അയാൾ മമ്മൂട്ടിക്കായി മാറ്റിവെച്ചു. അങ്ങനെ പല രീതിയിലുള്ള പല അനുഭവങ്ങളും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാം വളരെ മനോഹരമായ എഴുത്തുശൈലിയിലാണ് ദീപ നിശാന്ത് എഴുതി വച്ചിരിക്കുന്നത്. സമൂഹത്തിൽ നടക്കുന്ന അസമത്വങ്ങളെയും ജാതി തല്ലുകളെയും എല്ലാം ചൂണ്ടിക്കാട്ടി, സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാട്ടി നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു മനോഹരമായ കൃതിയാണ് ഇത്. ഈ കുറിപ്പുകളിൽ വന്നു നിറയുന്ന ബാനു ടീച്ചറും അമ്പിളിയും ജായപ്പനും ഷിഹാബും കടക്കാരി സ്ത്രീയും ജാതി കോമരങ്ങളും പരസ്യ പ്രദർശനക്കാരും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ പരിസരങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. വെറും ഓർമ്മക്കുറിപ്പുകളല്ല ഇവയൊന്നും തന്നെ. അതിനപ്പുറം സ്വന്തം ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി മനുഷ്യരെ, സമൂഹത്തെ, സന്ദർഭങ്ങളെ, ജീവിതത്തെ ഒക്കെ നിരീക്ഷിക്കുകയാണ് ദീപ നിശാന്ത് ചെയ്യുന്നത്. അതിൽ കവിതയും ദർശനങ്ങളും നിരീക്ഷണങ്ങളും സിനിമാ ഗാനങ്ങളും പ്രസിദ്ധ വചനങ്ങളും ഒക്കെ കൂട്ടിക്കലരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന പല ഓർമ്മകളും ഈ പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കും. കാലങ്ങളായി അളന്നിട്ടും പഠിച്ചിട്ടും നിരീക്ഷിച്ചിട്ടും ഇനിയും കണ്ടുപിടിക്കാനാവാത്ത മൊണാലിസയുടെ നിഗൂഢമായ മുഖം പോലെ ഈ വരികൾക്കിടയിൽ ഒളിച്ചു കിടക്കുന്ന വികാരം, ചിരിയോ കരച്ചിലോ വേദനയോ നൊമ്പരമോ എന്നറിയാൻ കഴിയാനാവാത്തതിൻ്റെ ഒരു വശ്യത ഈ കുറിപ്പുകളിൽ ഓരോന്നിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പുസ്തകത്തിന് ജീവിതം ഒരു മൊണാലിസ ചിരിയാണ് എന്ന പേര് അത്രമാത്രം അർത്ഥവത്താകുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള പല പ്രസിദ്ധമായ വാക്കുകളും കൂട്ടിച്ചേർത്തി വളരെ മനോഹരമായാണ് ദീപ നിശാന്ത് ഈ പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത്. ജീവിത വഴിയിലെ പ്രകാശം പൊടുന്നനെ അണച്ചുകൊണ്ട് കടന്നുപോയ പ്രകാശ് മാഷിനെ കാണാൻ ആർത്തലച്ച ഹൃദയത്തോടെ മോർച്ചറിയിലേക്ക് പോകുന്ന ഒരു യാത്രയെക്കുറിച്ച് ദീപ നിശാന്ത് എഴുതുന്നുണ്ട്. അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പോലെ തന്നെയായിരിക്കും. നമ്മുടെ ജീവിതത്തിനും അതേപോലത്തെ സമാന സംഭവങ്ങൾ ഉണ്ടായേക്കാം. അതെല്ലാം നമുക്ക് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ ഓർത്തെടുക്കാൻ കഴിഞ്ഞേക്കും. അംഹയിലെ അമ്മ എന്ന അധ്യായത്തിലെ ബാനു ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയും ആളുകൾ സമൂഹത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിട്ടിരുന്ന കുറെ ആളുകളെ ടീച്ചർ ഒരമ്മയെ പോലെയാണ് നോക്കിയിരുന്നത്. അവരിൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെയുണ്ട്. എന്നിട്ടും ഒരു മടുപ്പുമില്ലാതെ അവരെ ഒരമ്മയെ പോലെ നോക്കുന്ന, സ്വന്തം കുട്ടികളെ പോലെ നോക്കുന്ന ബാനു ടീച്ചറുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇവരുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇവരുടെ
അമ്മാമ്മ മരിച്ചു പോയപ്പോഴുണ്ടായ സംഭവങ്ങൾ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ചെറിയ വിഷമം വരും. നിസ്സഹായതയുടെ പെരുംചുഴികൾ എന്ന അധ്യായത്തിൽ അവർക്ക് അനുഭവപ്പെടുന്ന മോശമായ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് ചുറ്റുമുള്ള സമൂഹം ഇങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിക്കുക തന്നെ വേണം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സമൂഹവും ചുറ്റുപാടും എല്ലാവുമായി ബന്ധപ്പെട്ട് എഴുതിയ ഈ പുസ്തകം ഏതൊരു തുടക്കക്കാരായ വായനക്കാരനും ഇരുന്ന് വായിക്കാൻ പറ്റിയ ഒരു നല്ല പുസ്തകമാണ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഇതുവരെ 9 പതിപ്പുകൾ പതിപ്പിച്ചിട്ടുണ്ട്. അത്രമേൽ ആളുകളെ ഏറെ ആകർഷിച്ച ഒരു പുസ്തകം കൂടിയാണ് ജീവിതം ഒരു മൊണാലിസ ചിരിയാണെന്ന ദീപ നിഷാദിന്റെ ഈ പുസ്തകം. ഇതുപോലുള്ള നല്ല നല്ല പുസ്തകങ്ങൾ ദീപ നിഷാദിന് ഇനിയും എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.